നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വാഗ്ദാന പെരുമഴയുമായിട്ടാണ് ഇപ്പോൾ BJP പ്രചരണ രംഗത്തേക്ക് ഇറങ്ങുന്നത്. മറ്റെങ്ങുമല്ല, ഇന്ത്യയുടെ ഭാരതത്തിൻ്റെ രാജ്യ തലസ്ഥാനത്ത് നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ പ്രകടന പത്രികയാണെന്ന് BJP പുറത്തിറക്കിയത്. BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദയാണ് വാഗ്ദാനങ്ങൾ പ്രഖ്യാപിക്കുന്നത്. ഡൽഹിയിൽ ആം ആദ്മി സർക്കാർ തുടങ്ങിവെച്ച ഒരു പദ്ധതി പോലും ഇനി മുടങ്ങില്ല. എല്ലാ ക്ഷേമ പദ്ധതികളും BJP അധികാരത്തിലെത്തിയാൽ പോലും യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന ഉറപ്പുകൂടിയാണ് ദേശീയ അധ്യക്ഷൻ നൽകുന്നത്. വികസിത ഡൽഹിക്കുള്ള അടിത്തറ പാകലാണ് ഈ സങ്കൽപ്പത്രമെന്നും JP നദ്ദ പറഞ്ഞു. വിവിധ സംസ്ഥാനങ്ങളിൽ BJP സർക്കാരുകൾ നടത്തിയ വികസന പ്രവർത്തനങ്ങളൊക്കെ തന്നെ സ്ത്രീ ശാക്തീകരണം കേന്ദ്രീകരിച്ചുള്ളതായിരുന്നു. അന്നും ഇന്നും വനിതകളുടെ ആവശ്യങ്ങൾക്കാണ് BJP പ്രഥമ പരിഗണന നൽകുന്നത്. അതിൽ പ്രധാനപ്പെട്ട വിഷയങ്ങളെന്ന് പറയുന്നത് സ്ത്രീകൾക്കായി പ്രതിമാസം 2500 രൂപ നൽകും. ഗർഭിണികൾക്ക് 21,000 രൂപ. ഇനി പാചകവാതക സിലിണ്ടറിന് 500 രൂപ സബ്സിഡി തുടങ്ങിയ വാഗ്ദാനങ്ങൾ തന്നെയാണ് വോട്ടർമാർക്ക് മുന്നിലേക്ക് BJP വയ്ക്കുന്നത്. ഒരു കുടുംബത്തിന് പ്രതിവർഷം 5 ലക്ഷം രൂപയുടെ ആരോഗ്യ പരിരക്ഷ നൽകുന്ന കേന്ദ്ര ഇൻഷുറൻസ് പദ്ധതിയായിട്ടുള്ള ആയുഷ്മാൻ ഭാരതിന് കീഴിൽ 5 ലക്ഷം രൂപയുടെ അധിക പരിരക്ഷ കൂടിയാണ് പ്രഖ്യാപനം. സ്ത്രീകളെയും വോട്ടർമാരെയും ലക്ഷ്യം വെച്ചുള്ള യുവ വോട്ടർമാരെയും ലക്ഷ്യം വെച്ചുള്ള വളരെ മികച്ച രീതിയിലുള്ള പ്രഖ്യാപനങ്ങളാണ് BJPയുടെ ഈ പ്രകടന പത്രികയിൽ കാണാൻ കഴിയുന്നത്. 2014 500 വാഗ്ദാനങ്ങളാണ് BJP മുന്നോട്ട് വെച്ചത്. അതിൽ 499 നടപ്പിലാക്കി. 2019 235 വാഗ്ദാനങ്ങൾ BJP മുന്നോട്ട് വെച്ചു. അതിൽ ഭൂരിഭാഗവും നടപ്പിലാക്കി. ശേഷിക്കുന്നത് നടപ്പിലാക്കാനുള്ള നീക്കത്തിലുമാണ്. ഇനി ഇതുകൂടാതെ ഡൽഹിയിലേക്ക് പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങൾ ഇവയൊക്കെയാണ്. മഹിളാ സമൃദ്ധി യോജന എന്ന പേരിൽ ഡൽഹിയിലെ എല്ലാ സ്ത്രീകൾക്കും 2500 രൂപ. ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ഇതിനുള്ള അംഗീകാരം. ഡൽഹിയിൽ ഇപ്പോഴുള്ള എല്ലാ ക്ഷേമ പദ്ധതികളും അതുപോലെ തുടരും. പാചകവാതകം ഉപയോഗിക്കുന്ന കുടുംബങ്ങൾക്ക് സിലിണ്ടറിന് 500 രൂപ സബ്സിഡി. കൂടാതെ ഹോളിയിലും ദീപാവലിയും അവർക്ക് ഓരോ സിലിണ്ടർ സൗജന്യമായി തന്നെ ലഭിക്കും. ഗർഭിണികളായ സ്ത്രീകൾക്ക് 21,000 രൂപയുടെ പരിരക്ഷ. JJ ക്ലസ്റ്ററുകളിൽ 5 രൂപയ്ക്ക് പോഷക സമൃദ്ധമായ ഭക്ഷണം നൽകുന്നതിനായി അടൽ ക്യാൻറ്റീനുകൾ സ്ഥാപിക്കും. 60-നും 70-നും ഇടയിൽ പ്രായമുള്ള മുതിർന്ന പൗരന്മാർക്ക് 2,500 രൂപയും 70 വയസ്സിന് മുകളിലുള്ളവർക്ക് 3,000 രൂപയും പെൻഷനായി ലഭിക്കും. 2015-2020 തെരഞ്ഞെടുപ്പുകളിൽ ഡൽഹിയിൽ മത്സരിച്ചപ്പോൾ 2015-ൽ 3, 2020-ൽ 8 എന്നിങ്ങനെയായിരുന്നു BJPയുടെ സീറ്റ് നില. 2 നിയമസഭാ തിരഞ്ഞെടുപ്പിലും കോൺഗ്രസിന് അവിടെ നിലം തൊടാൻ പോലും കഴിഞ്ഞില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. 15 വർഷത്തെ കോൺഗ്രസിൻ്റെ തുടർഭരണത്തിന് ശേഷമാണ് ഡൽഹിയിൽ നിന്നും അവർ പുറത്താവുകയും ആം ആദ്മി പാർട്ടി കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലമായി അരവിന്ദ് കെജ്രിവാളിൻ്റെ നേതൃത്വത്തിൽ ഡൽഹി ഭരിക്കുന്നത്. 70 അംഗ നിയമസഭാ സീറ്റിലേക്ക് ഫെബ്രുവരി 5-നാണ് തിരഞ്ഞെടുപ്പ്. ഫെബ്രുവരി 8-നാണ് വോട്ടെണ്ണൽ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.